കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നാണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് സിംപ്ലി നോൺ ആസ് mass percentage. That means the mass percentage of each element, each constituent element in a compound is simply known as percentage composition. അതായത് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇനി നമ്മൾ അറിയേണ്ടത് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ നിങ്ങൾക്കുള്ള ഇക്വേഷൻ. മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ എലമെൻറ്റ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. അതായത് ഏത് എലമെൻറ്റിൻ്റെയാണോ മാസ് പെർസെൻറ്റേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ മാസ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് അതായത് നിങ്ങൾ ഏത് എലമെൻറ്റിൻ്റെയാണോ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. വൈ വി ആർ മൾട്ടിപ്ലൈങ് വിത്ത് 100? ബിക്കോസ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ പെർസെൻറ്റേജ്. അതുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ഒരു ഗിവൺ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും മാസിൻ്റെ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു? ഏത് എലമെൻറ്റിൻ്റെയാണോ നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് ആ എലമെൻറ്റിൻ്റെ മാസ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഫോർ എക്സാമ്പിൾ എ കോമ്പൗണ്ട് വാട്ടർ H2O. നിങ്ങൾക്കറിയാം വാട്ടർ എന്നുള്ള കോമ്പൗണ്ടിൽ 2 എലമെൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രജനും മറ്റൊന്ന് ഓക്സിജനും. ഇതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. നമ്മൾ ആദ്യം മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം H2O എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ ടോട്ടൽ മാസ് 18 ആണ് അല്ലേ? നോക്കുകയാണെങ്കിൽ 18 ഗ്രാം എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഇറ്റ്സ് ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 18, അതായത് വാട്ടറിൻ്റെ ടോട്ടൽ മാസ് 18. ഇനി ഈ 18 ഗ്രാമിലുള്ള ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അങ്ങനെ 2 ഹൈഡ്രജൻ ആകുമ്പോൾ മാസ് 2 ആകും. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. മാസ് ഓഫ് ദ എലമെൻറ്റ്, ഇപ്പോൾ ഹൈഡ്രജൻ ആണ് എലമെൻറ്റ്, അതിൻ്റെ മാസ് എത്രയാണ് വാട്ടറിനകത്ത്? അത് 2 ആണ്. ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, നമ്മുടെ കോമ്പൗണ്ട് വാട്ടറാണ്, വാട്ടറിൻ്റെ ടോട്ടൽ മാസ് 18 ആണ്, ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. So the answer should be 11.18%. സോ ഇതായിരിക്കും കിട്ടുക. അതായത് അതിൻ്റെ അർത്ഥം ജലമെന്നുള്ള സംയുക്തത്തിൻ്റെ, വാട്ടർ എന്നുള്ള കോമ്പൗണ്ടിൽ ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അതായത് വാട്ടറിലുള്ള ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് 11.18 ആണ്. ഇതേപോലെ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജനും കണ്ടുപിടിക്കാം. ഓക്സിജൻ ഈക്വൽ ടു, അപ്പോൾ വീണ്ടും വാട്ടറിലുള്ള ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ഓക്സിജൻ്റെ മാസ് അറിയുക വാട്ടറിലുള്ള. അപ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെ മാസ്, വാട്ടറിനകത്ത് ഒരു ഓക്സിജനേ ഉള്ളൂ, അപ്പോൾ ഒരു ഓക്സിജൻ്റെ മാസ് 16 ആണ്. ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, വാട്ടറിൻ്റെത് 18 ഇൻറ്റു 100. ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 8, 9 കൊണ്ട് 100നെ കട്ട് ചെയ്ത് നേരത്തെ ഇതുപോലെ 11.18നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get the value as 88.79%. സോ ഇങ്ങനെയാണ് നമ്മൾ
ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ പെർസെൻറ്റേജുകളെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുക. ക്ലിയർ? ഒരിക്കൽ കൂടി, പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. അതായത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഈച്ച് എലമെന്റ് present in glucose, that is C6H12O6, that is glucose. അതായത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്ലൂക്കോസിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കണം. അതായത് ഗ്ലൂക്കോസിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എവിടെയുണ്ട്? C6H12O6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ കോമ്പൗണ്ടിൻ്റെ മാസാണ്. സോ മോളിക്യുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. കാർബണിൻ്റെ മാസ് 12 ആണ് ഇൻറ്റു 6 പ്ലസ് ഹൈഡ്രജൻ്റെ മാസ് 1 ഇൻറ്റു 12 പ്ലസ് ഓക്സിജൻ്റെത് 16 ഇൻറ്റു 6. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 72 plus 12 plus 96, which is equal to 96 for 100, 110, so it is 180. If we are calculating the gram molecular mass, you will get 180 gram. So here it is calculating molecular mass, we can write 180 U. Anyway, യൂണിഫൈഡ് മാസിൽ പറയാം, അല്ലെങ്കിൽ ഗ്രാമിൽ പറയാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. സോ ആദ്യത്തെ എലമെൻ്റ് മാസ്, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് 180 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെയർഫോർ ആദ്യം മാസ് percentage of carbon, so which is equal to, നമുക്കറിയാം ഗ്ലൂക്കോസിലുള്ള കാർബണിൻ്റെ മാസ് 12 ഇൻറ്റു 6, ദാറ്റ് ഈസ് 72 ആണ്. സോ 72 ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് 180 ഇൻറ്റു 100, you want to calculate. Then മാസ് പെർസെൻറ്റേജ് ഓഫ് അടുത്ത കോമ്പൗണ്ട് ഹൈഡ്രജൻ ആണ്, അടുത്ത എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു, ഹൈഡ്രജൻ്റെ മാസ് നിങ്ങൾക്കറിയാം 12 ആണ്, ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് 180 ഇൻറ്റു 100 കണ്ടുപിടിക്കുക. അതേപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ, നെക്സ്റ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ മാസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 96 ബൈ 180 ഇൻറ്റു 100. സോ നിങ്ങൾ എത്രയാണ് പെർസെൻറ്റേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോമ്പൗണ്ടിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഇംപിരിക്കൽ ഫോർമുല. എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നും എന്താണ് ഇംപിരിക്കൽ ഫോർമുല എന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് മോളിക്കുലാർ ഫോർമുല, എന്താണ് ഇംപിരിക്കൽ ഫോർമുല എന്ന് നോക്കാം. അതിലാദ്യം എന്താണ് മോളിക്കുലാർ ഫോർമുല? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, നമുക്കൊരു ഉദാഹരണത്തിൽ തുടങ്ങാം, ഒരു എക്സാമ്പിളിൽ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഗ്ലൂക്കോസ്, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ മോളിക്കുലാർ ഫോർമുല
ഓഫ് ഗ്ലൂക്കോസ് ഈസ് C6H12O6 ആണ്. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല. സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ 6 കാർബൺ ആറ്റം ഉണ്ടാകും, 12 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും, 6 ഓക്സിജൻ ആറ്റം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ 6 കാർബണും 12 ഹൈഡ്രജൻ ആറ്റവും വീണ്ടും 6 ഓക്സിജൻ ആറ്റവും കൂടിച്ചേർന്നാണ് ഒരു ഗ്ലൂക്കോസ് തന്മാത്ര, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്ലൂക്കോസിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. അതായത് കാർബണിൻ്റെ എണ്ണം 6 ആണ്, 6:2. ഹൈഡ്രജൻ്റെത് 12:6. അപ്പോൾ അത് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലൂക്കോസ് മോളിക്യൂളിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ എടുത്തു. സോ റേഷ്യോ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 1:2:1. ആ റേഷ്യോ ഉപയോഗിച്ച് ഞാനൊരു ഫോർമുല തയ്യാറാക്കുകയാണ്. ദാറ്റ് ഈസ് CH2O. ഈ കിട്ടിയ ഫോർമുലയുടെ പ്രത്യേകത, ഗ്ലൂക്കോസ് എന്ന മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ആറ്റത്തിൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ, ആ റേഷ്യോ വെച്ച് നമ്മൾ തയ്യാറാക്കിയ ഫോർമുലയാണ് CH2O. ഈ ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് ഇംപിരിക്കൽ ഫോർമുല. വി ക്യാൻ സേ മോളിക്കുലാർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല will give the actual number of atoms, will give the actual number of atoms of each element present in the molecule of that compound. അതായത് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങളുടെ, ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ ആക്ച്വൽ നമ്പർ, കൃത്യമായ എണ്ണം തരുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? മോളിക്കുലാർ ഫോർമുല മോളിക്കുലാർ ഫോർമുല വിൽ ഗീവ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഡിഫറൻ്റ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളുടെ ആക്ച്വൽ നമ്പർ പറയുന്ന, ആക്ച്വൽ നമ്പർ തരുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. ഇനി എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് ചോദിച്ചാൽ, എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല. That is the simplest formula, and that gives the ratio of atoms of different elements present in a molecule of a compound. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ, നമ്പറിൻ്റെ റേഷ്യോ പറയുന്ന ഫോർമുലയാണ് ഇംപിരിക്കൽ ഫോർമുല. പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി, എന്താണ് എംപിരിക്കൽ ഫോർമുല? ഒരിക്കൽ കൂടി പറയുന്നു. ഇറ്റ് ഗീവ്സ് ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്, ആൻഡ് എംപിരിക്കൽ ഫോർമുല ഗീവ്സ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡിഫറെൻ്റ് ആറ്റംസ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഡിഫറെൻ്റ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ, ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ തരുന്ന ഫോർമുല, ദാറ്റ് ഫോർമുല ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളൂടെ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു സിമ്പിൾ മോളിക്യൂളാണ് വാട്ടർ, H2O. വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾക്കറിയാം, H2O ആണ്. അതായത് ഒരു വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കാണും. എങ്കിൽ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ കണക്കാക്കാം? ആദ്യം നമ്പറിൻ്റെ റേഷ്യോ 2:1.
ശരി, ഇതിൽ 2:1 റേഷ്യോ 2:1 തന്നെയാണ്. അപ്പോൾ അത് വെച്ച് ഫോർമുല എഴുതുന്നു H2O. അപ്പോൾ അവിടുത്തെ പ്രത്യേകത വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുലയും ഇംപിരിക്കൽ ഫോർമുലയും സെയിം ആണ്. കണ്ടല്ലോ. എന്നാൽ ഗ്ലൂക്കോസിൻ്റെ വ്യത്യസ്തമാണ്. ഇതേപോലെ വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് എടുക്കാം. ഷുഗർ C12H22O11. ഇത് ഷുഗർ മോളിക്യൂളാണ്. സൂക്രോസ്, പഞ്ചസാര. അതിൻ്റെ റേഷ്യോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ 12:22:11. കട്ട് ചെയ്ത് പോവില്ല, ക്യാൻസലായി പോവില്ല. അതുകൊണ്ട് അവിടെയും എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും സെയിം ആണ്. അപ്പോൾ പരീക്ഷയ്ക്കുള്ള ചോദ്യം ഇങ്ങനെയാണ്. അവർ കുറേ കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നിരിക്കും, ആൻഡ് ഇംപിരിക്കൽ ഫോർമുല എഴുതാൻ പറയും. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഫോർമുലയിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും നമ്പർ എടുക്കുക, അതിൻ്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ ആ കിട്ടുന്ന റേഷ്യോ ഉപയോഗിച്ച് ഫോർമുല തയ്യാറാക്കുക. ദാറ്റ് ഫോർമുല ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ. അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഫോർമുല ആൻഡ് ഇംപിരിക്കൽ. ഇതാണ് ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തതായിട്ട് ഒരു ചോദ്യമാണ്. ഇംപിരിക്കൽ ഫോർമുല ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. An organic compound, it contains 52.2% carbon, that is the mass percentage of carbon in the compound, and 30% hydrogen, 13% hydrogen, and the rest is oxygen. അതായത് ഒരു കോമ്പൗണ്ടിൽ 52.2% കാർബൺ അടങ്ങിയിട്ടുണ്ട്, 13% ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്ന് പറയുമ്പോൾ മൊത്തം 100 ആണ്. അതിൽ 52.2 കാർബണും 13 ഹൈഡ്രജനും ആകുമ്പോൾ ബാക്കി രണ്ടും കൂടെ സമ്മെടുത്ത് 100 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മാസ് പെർസെൻറ്റേജ് ഓക്സിജൻ്റെത് കിട്ടും. ദാറ്റ് ഈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 34.8% ആണ്. അപ്പോൾ പരീക്ഷയ്ക്കുള്ള ചോദ്യം ഇത്രയുമായിരിക്കും. ഒരു കോമ്പൗണ്ട് തന്നിരിക്കും. കോമ്പൗണ്ട് തന്നിരിക്കുക മീൻസ് ആ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് ഇതുപോലെ തന്നിരിക്കും. കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിരിക്കും, ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിരിക്കും, ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നു ഈ കോമ്പൗണ്ടിൽ. അപ്പോൾ ഇതുപോലെ ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് അവർ തന്നിരിക്കും. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഡിറ്റർമിൻ ദ ഇംപിരിക്കൽ ഫോർമുല. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ഇംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക. അപ്പോൾ മാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് എങ്ങനെ ഇംപിരിക്കൽ ഫോർമുല തയ്യാറാക്കണം? അത് വളരെ എളുപ്പമാണ്. ഒരു ടേബിൾ നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. ആ ടേബിൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറ്റും. ആ ടേബിൾ ഇതാ നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നു. ആ ടേബിളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു നോക്കൂ. നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻസും ആ ടേബിളിനകത്ത് ഉണ്ടാകണം. അപ്പോൾ അത് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി അടുത്ത സ്റ്റെപ്പ്, ആ ടേബിളിലുള്ളത് ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് അതും അവർ തന്നിട്ടുണ്ട്. കാർബൺ 52.2%, ഹൈഡ്രജൻ 13, ഓക്സിജൻ 34.8%. അടുത്തതായി നമ്മൾ അറിയേണ്ടത് ഈ ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് ആണ്. നോർമലി നമുക്ക് അറിയാവുന്നതായിരിക്കും അറ്റോമിക് മാസ്, അല്ലെങ്കിൽ അവർ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇതിപ്പോൾ നമുക്കറിയാം. കാർബണിൻ്റെ മാസ് നിങ്ങൾക്കറിയാം 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെത് 16 ആണ്, 16 ആണ്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പും അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തന്നിരിക്കും. അപ്പോൾ ആ 3 സ്റ്റെപ്പും നമുക്ക് എളുപ്പമാണ്. എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ് നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് വളരെ ഈസിയാണ്. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഓരോ എലമെൻറ്റിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും മാസ് പെർസെൻറ്റേജ്, അതായത് ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജിനെ അവരുടെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 52.2 ഡിവൈഡഡ് ബൈ 12. വളരെ എളുപ്പം. മുകളിലുള്ളതിനെ താഴെയുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 52.2നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.35. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് മുകളിൽ ഹൈഡ്രോജൻ ആണ്. ദാറ്റ് ഈസ് 13/1. എത്ര തന്നെ ആയിരിക്കും? 13 തന്നെ ആയിരിക്കും. അതിൽ നമുക്ക് ഡൗട്ടില്ല.
എന്നാൽ അടുത്തത് ഓക്സിജൻ ആണ്. ദാറ്റ് ഈസ് 34.8% ബൈ 16. എത്ര കിട്ടുമായിരിക്കും? 16ൻ്റെ ഇരട്ടി. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 2ന് മുകളിലായിരിക്കും. ദാറ്റ് ഈസ് 2.175. അപ്പോൾ ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ഓരോ മാസ് പെർസെൻറ്റേജിനെയും അവരുടെ മാസ്, അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സിംപ്ലസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ സിംപ്ലസ്റ്റ് റേഷ്യോ? വേറൊന്നുമില്ല, കിട്ടിയ അളവുകൾ നോക്കുക. മീൻസ് മാസ് പെർസെൻറ്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നത് നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും, മോളുകളുടെ എണ്ണമാണ് കിട്ടുന്നത്. എനിവേ ആ കിട്ടിയ റേഷ്യോ നോക്കുക നിങ്ങൾ. അതിൽ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. ഇവിടെ നോക്കൂ 4.35, ഇവിടെ 13, ഇവിടെ 2.17. ആ ചെറിയ നമ്പർ കൊണ്ട്, അതായത് കിട്ടിയ റേഷ്യോയിൽ ചെറിയ നമ്പർ ഉപയോഗിച്ച് ഹോൾ വാല്യൂസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ കിട്ടിയത് 4.35 ആണ്. അതിനെ ഇതിൽ ഏറ്റവും ചെറുതായ 2.175 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ 13/2.175 ഡിവൈഡ് ചെയ്യുക. അടുത്തത് 2.175 ഡിവൈഡഡ് ബൈ 2.175. ഇത് നമുക്ക് എളുപ്പത്തിൽ പറയാം, 1 ആണ്. ഇനി 13/2.715, ദാറ്റ് ഇസ് 5.97. ഇനി കാർബണിൻ്റെത് ഇത് ഓൾമോസ്റ്റ് 2 ആയിരിക്കും. അപ്പോൾ കിട്ടിയ മാസ് പെർസെൻറ്റേജിൽ ആ റേഷ്യോയിൽ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. 4.35, 13, 2.17. അതിൽ ചെറുത് 2.175. അതുകൊണ്ട് ഹോൾ റേഷ്യോനെ ഡിവൈഡ് ചെയ്യുക. 4.35/2.175 യു വിൽ ഗെറ്റ് 2. 13/2.175 5.97, 1. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇത് തീരെയാണ്. ദാറ്റ് ഈസ് ഹോൾ നമ്പർ റേഷ്യോ. വേറെ ഒന്നുമില്ല, ഈ കിട്ടിയ സിംപ്ലസ്റ്റ് റേഷ്യോനെ നമ്മൾ ഹോൾ നമ്പറിലോട്ട്, പൂർണ്ണസംഖ്യയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2 അതൊരു ഹോൾ നമ്പർ തന്നെയാണ്, അപ്പോൾ അത് അതുപോലെ എഴുതാം. ഇനി ഇവിടെ നോക്കൂ 5.97. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇതൊരു ഫ്രാക്ഷനാണ് അല്ലേ. ഈ ഫ്രാക്ഷനെ നിങ്ങൾ ഒരു ഫ്രാക്ഷണൽ നമ്പറാണ്, അതായത് പോയിൻ്റ് ഉള്ള ഒരു നമ്പറാണ്, ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്പറിനെ ഒരു ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക? വേറൊന്നും ചെയ്യേണ്ട, റൗണ്ട് ഓഫ് ചെയ്താൽ മതി. 5.97, 5 കഴിഞ്ഞ് പോയിൻ്റ് കഴിഞ്ഞിട്ട് 97. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 കഴിഞ്ഞ് പൂർണ്ണസംഖ്യ കഴിഞ്ഞു, പോയിൻ്റ് ഇട്ടു, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വന്നു. ആ നമ്പർ 5ൽ കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 കൂട്ടി ഇപ്പുറത്ത് എഴുതണം, 1 കൂട്ടി ഹോൾ നമ്പർ ആക്കി എഴുതണം. അപ്പോൾ ഇവിടെ 5.9, പോയിൻ്റ് കഴിഞ്ഞ് 5നേക്കാൾ വലിയ നമ്പർ, അപ്പോൾ 9 ആണ്. അപ്പോൾ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 5നെ ഹോൾ നമ്പറിലായിട്ട് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 6. പക്ഷെ ഓർക്കുക, ഇത് കൃത്യം 5.5 വന്നാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പകുതിയിൽ നിന്നാൽ നിങ്ങൾ 2 കൊണ്ട് ഈ സിംപ്ലസ്റ്റ് റേഷ്യോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഹോൾ നമ്പർ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഒന്നുകൂടി സിംപ്ലസ്റ്റ് റേഷ്യോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതല്ല, എളുപ്പമുള്ള നമ്പറാണ് 2. അതുപോലെ എഴുതാം 5.9, പോയിൻ്റ് കഴിഞ്ഞ് 5ലേക്കാൾ വലിയ നമ്പർ, അപ്പോൾ 1 കൂട്ടി എഴുതാം. ഇപ്പുറത്ത് നമുക്ക് 1 ആണ്. എന്നാൽ ചില കേസിൽ ഈ സിംപ്ലസ്റ്റ് റേഷ്യോ തന്നെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാൻ പറ്റാതെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5.5 എന്ന് വന്നു, നിങ്ങൾക്ക് ഒരിക്കലും അതിനെ 6 എന്നോ 4 എന്നോ എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ 5.5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു ഹോൾ നമ്പർ ആകും? 2 ആണ്. ആ 2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഹോൾ നമ്പർ കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇനി നമുക്ക് എളുപ്പത്തിൽ എംപിരിക്കൽ ഫോർമുല എഴുതാം. Therefore എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു, എളുപ്പമാണ് കാരണം ഈ കിട്ടിയ ഹോൾ നമ്പർ റേഷ്യോ ഉപയോഗിച്ച് എലമെൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്താൽ മതി. കാർബണിൻ്റെ അവിടെ C2, ഹൈഡ്രജൻ 6O1. സോ ദ എംപിരിക്കൽ ഫോർമുല ഈസ് C2H6O. സോ ദാറ്റ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ക്ലിയർ? മറക്കരുത്, ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. ആ ഹോൾ നമ്പർ റേഷ്യോനെ അതേപോലെ നമ്മൾ എടുത്ത് ഫോർമുലയാക്കുമ്പോൾ കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, രണ്ടാമതൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വേറൊന്നുമല്ല,
ഇതേപോലെ എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, മോളിക്കുലാർ ഫോർമുല ആൾസോ. സോ എ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ 61%, hydrogen 11.8% and oxygen 27.12%. Now നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. ദ വേപ്പർ ഡെൻസിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ഈസ് 59. അപ്പോൾ എന്തിനാണ് വേപ്പർ ഡെൻസിറ്റി തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് വേപ്പർ ഡെൻസിറ്റി ഉപയോഗിച്ച് മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ വഴിയെ കാണും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല. നമ്മൾ പഴയതുപോലെ എലമെൻസിനെ എഴുതുന്നു, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത സ്റ്റെപ്പ് അവരുടെ പെർസെൻറ്റേജ് 61, 11.8, 27.12. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവരുടെ അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ പഠിച്ചു 12, 1, 16. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം, മാസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് 61/12, 11.8 by 1, that is 11.8, 27.12 divided by 16 എത്ര കിട്ടും നമുക്ക് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. 61/12 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 5.08. ആൻഡ് നെക്സ്റ്റ് 27.12 ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1.69. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് മാസ് പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് ഓരോന്നും കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തേത് 5.08, 11.8, 1.69. അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്കറിയാം, കിട്ടിയ റേഷ്യോയിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്ത് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. സോ അവിടുത്തെ ചെറിയ വാല്യൂ 1.69 ആണ്. ദെയർഫോർ സിംപ്ലസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ 5.08 by 1.69 എത്ര കിട്ടും നോക്കാം. അതുപോലെ 11.8 by 1.69 നോക്കാം എത്ര കിട്ടുമെന്ന്. ലാസ്റ്റ് 1.69 by 1.69 which is equal to 1. അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 5.08നെ 1.69 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 3 ആൻഡ് 11.8നെ 1.69 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 12ഉം ഇത് ഓൾമോസ്റ്റ് 2ഉമാണ്. അതായത് 11.8 നമുക്ക് 12 ആയിട്ട് കൺസിഡർ ചെയ്യാം, 1.69 നമ്മൾ 2 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 7 അടുപ്പിച്ച് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടി. എന്ത് ചെയ്തു നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അതായത് കിട്ടിയ റേഷ്യോയിൽ ചെറിയ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ 371. ഇനി നമുക്ക് ഇതിനെ എന്തിലോട്ട് മാറ്റാം, ഹോൾ നമ്പറിലോട്ട് മാറ്റാൻ ബുദ്ധിമുട്ടില്ല. 3 തന്നെ, 7 തന്നെ, 1 തന്നെ. ഇനി നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാം. സോ എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു അതെ കാർബൺ C3H7O1. So this is the empirical formula of the compound. So once again നമ്മൾക്ക് ഹോൾ നമ്പർ കിട്ടി 371. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതുമ്പോൾ കാർബൺ 3, ഹൈഡ്രജൻ 7, so oxygen 1. So the empirical formula is C3H7O. Clear? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് മോളിക്കുലാർ ഫോർമുലയാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എംപിരിക്കൽ ഫോർമുല ആൾറെഡി കിട്ടിക്കഴിഞ്ഞു, C3H7O ആണ്. അതിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എംപിരിക്കൽ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ സാധാരണയായി മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഫോർമുലയിൽ നിന്ന് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12 കാർബണിൻ്റെ മാസ് ഇൻറ്റു 3 പ്ലസ് ഹൈഡ്രജൻ്റെ മാസ് 1 ഇൻറ്റു 7 പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 ഇൻറ്റു 1. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 ഇൻറ്റു 3 12 3 36, 7 16, 36 7 43, 10 53 6 59. ദാറ്റ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടി, അതിന് ആദ്യം എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് നമുക്കിപ്പോൾ എംപിരിക്കൽ ഫോർമുല അറിയാം, എംപിരിക്കൽ ഫോർമുല മാസ് അറിയാം.
ഇനി നമുക്ക് വേണ്ടത് മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മോളിക്കുലാർ മാസ് ഒന്നും അവർ തന്നിട്ടേ ഇല്ല. ആകെ തന്നിട്ടുള്ളത് വേപ്പർ ഡെൻസിറ്റി ആണ്. അപ്പോൾ ഓർക്കുക, ഒരു കോമ്പൗണ്ടിൻ്റെ വേപ്പർ ഡെൻസിറ്റി തന്നിരുന്നാൽ അതിനെ മോളിക്കുലാർ മാസ് ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ആണ് മോളിക്കുലാർ മാസ്. ഇവിടെ വേപ്പർ ഡെൻസിറ്റിയും തന്നിരിക്കുന്നത് 59 എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് എടുക്കുമ്പോൾ 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി, ദാറ്റ് ഈസ് 2 ഇൻറ്റു 59, ദാറ്റ് ഈസ് 118. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുലയിലേക്ക് പോകാം. മോളിക്കുലാർ ഫോർമുല which is equal to molecular mass 118 by empirical formula mass 59 into empirical formula C3H7O. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. Therefore, so the molecular formula of the compound is, നമുക്ക് എടുക്കാം 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C 3 into 2 6, H 7 into 2 14, O 2. That is the molecular formula of the given compound. That is C6H14O2. So ഇങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുല കണ്ടെത്തുന്നത്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി തന്നിരുന്നാൽ ഇൻറ്റു 2 എടുക്കുമ്പോൾ മോളിക്കുലാർ മാസ് കിട്ടും. അല്ലെങ്കിൽ നോർമലി ഒരു മോളിക്കുലാർ മാസ് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോർമുലയായി എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചു, ഇക്വേഷൻ പഠിച്ചു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കിട്ടിയ നമ്പറിനെ ഹോൾ നമ്പർ ആയിരിക്കും അത്. ഹോൾ നമ്പർ അല്ലെങ്കിൽ ഹോൾ നമ്പർ ആക്കുക, പൂർണ്ണസംഖ്യയിലാക്കിയിട്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല യിൽ നിന്നും നമുക്ക് മോളിക്കുലാർ ഫോർമുലയിലേക്കുള്ള ഈ പറയുന്ന വഴി കിട്ടും. അപ്പം ഇത്രയുമാണ് ഈ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുലയിലേക്കുള്ള മാർഗം. ഓക്കെ.